വരാം. ആയിക്കോട്ടെ. മോനെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്താമേ? എടാ, അവിടുന്ന് മുറിന്ന് പുറത്തിറങ്ങണ്ട. കാര്യം പറയാമോ, ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാ. നിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ നിനക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്കെതിരെയോ? ആ എടാ, അതെ, പത്രത്തില് നിന്റെ ഫോട്ടോ വരെ അടിച്ചു വന്നു. അയ്യോ, അമ്മ എന്തായി പറയുന്നേ? അതേടാ, അതെ അതെ, കാണാനില്ലെന്ന് പറഞ്ഞ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. കാണാനില്ലെന്നോ? അതിന് ഞാൻ എപ്പോഴാ കാണാൻ പോയത്? നിന്നെ ഇവിടെ വരുത്തിക്കാനുള്ള നിന്റെ അച്ഛന്റെ പ്ലാനാ. കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 രൂപ വരെ പ്രതിഫലം വെച്ചിട്ടുണ്ട്. അയ്യോ, 50,000? ആ, അപ്പോ പുറത്തിറങ്ങാൻ പറ്റാതായോ? അമ്മ എവിടെ ഉണ്ടായിട്ടാണോ തടയാൻ പറ്റാതെ പോയത്? എടാ, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. ആ ഗോവിന്ദനെ കൂട്ടി പോയാ പരാതി കൊടുത്തത്. മോനെ അരവിന്ദേ, നീ പുറത്തിറങ്ങല്ലേ. കുറച്ച് ദിവസം കഴിയുമ്പോ ഫോട്ടോയുടെ കാര്യമൊക്കെ എല്ലാരും മറക്കും. അതുവരെ എന്റെ പൊന്നുമും പുറത്തിറങ്ങല്ലേടാ. ശരിയമ്മേ. ചേട്ടാ, ആ ചാവിങ്ങന്നെ. ഇന്ന എന്റെ ദൈവമേ. അല്ല, എന്ത് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ഉണ്ട്. അതൊക്കെ പിന്നെ. എന്താ? വാ വാ. എന്താ? നിന്നെ ആദ്യം കണ്ടപ്പോ. ചുമ്മാ കളിക്കല്ലേ. കണ്ണടക്കി. ശരി. ഓം ഹ്രീം ഭൂം ഭാ ഭൂം ഭാ ഭൂ. ഓം ഹ്രീം ഭൂം. ചുമ്മാ നമ്പർ ഇറക്കല്ലേ. നീ ഒന്ന് കണ്ണടക്കി. എന്നാ വേണ്ട. ഇതാണോ? ഇത് നിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം തന്നെയല്ലേ? അതെ, ഇതേ ഞങ്ങളുടെ തറവാട്ടില് പാരമ്പര്യമായിട്ട് ഓരോ തലമുറയിലും കൈമാറി വരുന്ന മോതിരം. അച്ഛൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഇതെനിക്ക് തന്നു. ഇതിപ്പോ ഞാൻ നിനക്ക് തരുവാ. അത് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ഉറപ്പിന്. Will you marry me? Yes. ഇത് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുന്നുള്ള ഉറപ്പിന്. I love you. നിന്നോട് ഞാൻ എന്ത് പറയും ശ്രേയ? നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് പ്രോമിസ് ചെയ്തിരുന്നില്ല ഞാൻ. എന്നിട്ടിപ്പോ നിന്നോട് ഞാൻ എങ്ങനെ പറയും ശ്രേയ? ഇതറിയുമ്പോ നീ അക്കുചേട്ടാ,
നോക്കി കണ്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. പാല്. അക്കുച്ചേട്ടാ ചൂടാറും കുടിക്ക്. കുടിക്കുന്നില്ലേ? കുടിക്ക്, ചൂടാറും. നിന്നോട് ഞാൻ പാല് ചോദിച്ചോന്ന്? ഇപ്പൊ പാല് കുടിക്കുന്ന വലിയ കാര്യം.